നമസ്കാരം. ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, SUTയിൽ ആശുപത്രിയിലെ ചീഫ് നെഫ്രോളജിസ്റ്റാണ്. നമ്മൾ ഇന്ന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രാശയത്തിലുള്ള അണുബാധയെ പറ്റി നമുക്ക് സംസാരിക്കാം. മൂത്രാശയത്തിലുള്ള അണുബാധയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ നീറ്റൽ, എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കുക, ചിലപ്പോൾ മൂത്രം അറിയാതെ പോവുക, പിന്നെ ചിലപ്പോൾ മൂത്രം കലങ്ങി പോവുക. ഇതാണ് സാധാരണ ഉള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ലക്ഷണങ്ങൾ. ഇത് യൂഷ്വലി മൂത്രസഞ്ചിയിലോ അല്ലെങ്കിൽ മൂത്രനാളികളിലോ ഉള്ള ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. പിന്നെ വൃക്കകളിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ വരാം. അതിന് പ്രധാന രോഗലക്ഷണങ്ങൾ പനി, കുളിരൊക്കെയാണ്. പിന്നെ ചിലപ്പം നടുവേദന, വയറ്റ് വേദന ഒക്കെ വരാം. മൂത്രശ്രയിലുള്ള അണുബാധ പല പ്രായത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ ചെറുപ്രായത്തിൽ മൂത്രശ്രയിലുള്ള അണുബാധ വരുന്നത് സാധാരണഗതിക്ക് കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് വെച്ചാൽ ജന്മനമായുള്ള മൂത്രശ്രയിലുള്ള തകരാറ് കൊണ്ടുവരുന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ മൂത്രശ്രയിലുള്ള അണുബാധ വരിക. പ്രധാനമായിട്ട് കുട്ടികളാണെങ്കിൽ, ആണുങ്ങളിലാണെങ്കിൽ ചിലപ്പം പോസ്റ്റീരിയർ യൂറിത്രൽ വാൽവ് ഇങ്ങനെയുള്ളവർക്ക് മൂത്രം നല്ല സ്പീഡിൽ പോകത്തില്ല. മൂത്രം ചിലപ്പം പോകുമ്പോഴത്തേക്ക് കരച്ചിൽ വരിക കൊച്ചുങ്ങൾക്ക്. പിന്നെ ചിലവർക്ക് മൂത്രം സാധാരണ നമ്മൾ മുഴിക്കുമ്പോഴത്തേക്ക് താഴോട്ട് പോകുന്നതിന് പകരം കുറച്ച് മേലോട്ട് അങ്ങ് പോകും. മൂത്രം ഒഴിക്കുന്ന സമയത്ത് വൃക്കകളിലോട്ട് പോകും. അപ്പോൾ ഈ മൂത്രം മേലോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പം ആ സമയത്ത് നടുവേദന ഒക്കെ വരാം. അപ്പോൾ ഇതിൻ്റെ കുട്ടികളായതുകൊണ്ട് അവർ ചിലപ്പം എന്താ രോഗലക്ഷണങ്ങൾ അവർക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ വേണം ഈ മൂത്രശ്രയിലുള്ള അണുബാധ സസ്പെക്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ പ്രധാന നമ്മൾ ചോദ്യം ചോദിക്കുന്നത് സാധാരണ കുട്ടികൾ മൂത്രം ഒഴിക്കുമ്പോൾ കരച്ചിലുണ്ടോ, മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് മൂത്രം സ്പീഡിൽ പോകുന്നുണ്ടോ, അതോ തുള്ളിയായിട്ടാണോ പോകുന്നത്, പിന്നെ അതുള്ളത് മൂത്രത്തിൽ നിറവ്യത്യാസം ഉണ്ടോ, ചുമന്ന കളറുണ്ടോ, കലങ്ങിയാണോ പോകുന്നത്, ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഊഹം കിട്ടും ചിലപ്പോൾ ഇതൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആകാം. ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വരുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ വരുന്ന മൂത്രശയത്തിലുള്ള അണുബാധ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ വൃക്ക തകരാറായിട്ട് വരാം. അപ്പോൾ അവർ ഒരു 20-30 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് മൂത്രത്തിൽ സൈസ് കുറയുക, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം HB കുറയുക, ബ്ലഡ് യൂറിയ ക്രിയാൻ കൂടുക. അപ്പോൾ ചിലപ്പം ഡയാലിസിസ് ഓഫ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഈ കുട്ടികളിലുള്ള മൂത്രശയത്തിലുള്ള അണുബാധ നമ്മൾ അല്പം കൂടി ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കണം. അത് നമ്മൾ ഈ കുട്ടികൾ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നത്, അവർക്ക് എന്തെങ്കിലും സ്ട്രക്ചറൽ പ്രശ്നങ്ങളുണ്ടോ, സ്ട്രക്ചറൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊച്ചിലേ തന്നെ നമുക്ക് മാറ്റിക്കളയാമെങ്കിൽ ഭാവിയിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഒത്തിരി സഹായപ്പെടും. പിന്നെ ഉള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത് സ്ത്രീകളിലാണ്. ഒരു 10നും ഒരു 50 വയസ്സിൻ്റെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻസി ടൈമിലും പിന്നെ കല്യാണം കഴിച്ച് ലൈംഗിക ബന്ധം ഏർപ്പെടുമ്പോഴത്തേക്ക് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ്. ഇതിന് പ്രധാന രോഗലക്ഷണങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ നീറ്റൽ, പിന്നെ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുക, ചിലപ്പം ചെറിയൊരു പനി, ചെറിയൊരു കുളിർ, ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. അപ്പം ഇത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ ആയിരിക്കും അത് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പം ആ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഗർഭപാത്രം വന്ന് തടസ്സം കൊണ്ട് മൂത്രത്തിൽ കുറച്ച് സ്റ്റേസിസ് വരും, കംപ്ലീറ്റ് മൂത്രം പോകാതിരിക്കും. അപ്പോൾ ആ സമയത്താണ് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഈ രോഗലക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഒരു 50-60 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ആണുങ്ങളിലാണ് കൂടുതൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത്. ഇതിന് പ്രധാന കാരണം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ വലിപ്പം കൂടുതലായിട്ടാണ്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുതലുള്ളപ്പോഴത്തേക്കും അവർക്ക് മൂത്രം പണ്ടത്തെ മാതിരി സ്പീഡിൽ പോകത്തില്ല. അവർ ചിലപ്പോൾ രാത്രിയിൽ 2-3 പ്രാവശ്യമൊക്കെ എഴുന്നേക്കേണ്ടി വരും. ഒത്തിരി സ്ട്രെയിൻ ചെയ്തായിരിക്കും ചിലപ്പോൾ മൂത്രം ഒഴിക്കുന്നത്. മൂത്രം ഒഴിച്ചാലും കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോകത്തില്ല, മൂത്രസഞ്ചിക്ക് കുറേ മൂത്രം തങ്ങി നിൽക്കും. അപ്പോൾ ഈ മൂത്രം വീണ്ടും ഇൻഫെക്ഷൻ അടിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ആ ഉള്ളവർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം കുറയ്ക്കാനുള്ള ഗുളികളോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ശസ്ത്രക്രിയ ചെയ്ത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ചിലപ്പോൾ എടുക്കേണ്ടിയും തന്നെ വന്നേക്കാം. നമ്മളിപ്പോൾ മൂത്രശ്രയിലുള്ള അണുബാധ സംശയം വരുമ്പോൾ എന്തൊക്കെയാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത്? ആദ്യം മൂത്രത്തിൽ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മൂത്രത്തിൽ പസ് സെൽസ്, ഇപ്പോൾ ആണുങ്ങളിലാണെങ്കിൽ പസ് സെൽസ് ഒരു 2-3 പെർ ഹൈ പവർ ഫീൽഡേ കാണാറുള്ളൂ, സ്ത്രീകളിൽ 5 വരെ പോകാം. ഇപ്പോൾ പസ് സെൽസ് ഒത്തിരി ഉണ്ടെങ്കിൽ അതൊരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളതിൻ്റെ ഒരു ചെറിയൊരു ലക്ഷണങ്ങളാണ്.
അതിനെ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു യൂറിൻ കൾച്ചർ ചെയ്യും. അപ്പോൾ യൂറിൻ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം തീർച്ചയായിട്ടും നമുക്ക് തീർത്തുപെടാൻ സാധിക്കും ഇന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ഏതൊക്കെ മരുന്നുകൾ സെൻസിറ്റീവാണ്, പിന്നെ ആ സെൻസിറ്റീവ് മരുന്ന് നമുക്ക് കൊടുക്കാമെങ്കിൽ ഒരു 5-7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ മാറി കിട്ടിയേക്കും. അപ്പോൾ ഇത് യൂറിൻ കൾച്ചറാണ്. അത് അപ്പോഴത്തേക്ക് നമുക്ക് പ്രൂഫ് ഉണ്ട്. അപ്പോൾ യൂറിൻ കൾച്ചർ കിട്ടിയ ശേഷം നമുക്ക് അറിയാം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. അപ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യിച്ച് മൂത്രത്തിന് എന്തെങ്കിലും കല്ലുണ്ടോ, തടസ്സമുണ്ടോ, മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ലേ, അതുപോലെ വേറെ സ്ട്രക്ചറൽ പ്രശ്നമുണ്ടോ, കിഡ്നിക്കകത്ത് സിസ്റ്റ് ഉണ്ടോ. അപ്പോൾ സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ 500 മുതൽ 1000 രൂപ വരെ നമുക്കത് ഈ ടെസ്റ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എവിടെ ഈ തകരാറ് ഉള്ളത്. തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം മാറ്റാമെങ്കിൽ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഭാവിയിൽ വരാതിരിക്കാം. ചിലപ്പം CT സ്കാനുള്ള ചിലപ്പോൾ ചെറിയ കല്ലുകളൊക്കെ ചിലപ്പോൾ CT സ്കാനൊക്കെ എടുക്കേണ്ടി വന്നേക്കാം. നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ചികിത്സ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി താഴത്തെ ഈ മൂത്രസഞ്ചിക്കകത്തുമുള്ള യൂറിനറി ഇൻഫെക്ഷനൊക്കെ സാധാരണ ഒരു 3-5 ദിവസം കൊണ്ട് ചികിത്സിച്ചാൽ മതി. നേരെ വെച്ചാൽ വൃക്കുകളിൽ വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അവർക്ക് കഠിനമായ പനി, കുളിര് ഇതൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു 2-3 ആഴ്ച ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചിലപ്പോൾ ഇഞ്ചക്ഷനായിട്ട് ആദ്യം തുടങ്ങേണ്ടി വരും. പനി മാറി കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് ഇഞ്ചക്ഷൻ നിർത്തിയിട്ട് ഗുളികയിലോട്ട് മാറ്റാം. യൂറിനറി ഇൻഫെക്ഷന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ കുട്ടികളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഭാവിയിൽ കിഡ്നിക്ക് പ്രശ്നം വരാം. പിന്നെ അഡൽട്ട്സ് ആയിട്ട് വരുന്നവർക്ക് നമുക്ക് ഇത് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന ആൾക്ക് വീണ്ടും യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോക്കണം എന്തുകൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് മാറ്റി കിട്ടുവാണെങ്കിൽ പിന്നെ ഭാവിയിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. എന്നാലും പ്രത്യേകിച്ച് സ്ത്രീകളിൽ 2-3 പ്രാവശ്യം ഓരോ വർഷം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമ്മളൊരു ചെറിയ ഡോസ് ആൻറ്റിബയോട്ടിക് കുറേ നാളത്തേക്ക് കൊടുക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി. അപ്പം കുട്ടികളല്ലാതെ മുതിർന്നവരിൽ വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അസ്വസ്ഥത ആണെങ്കിലും അത് വെച്ച് സാധാരണ വൃക്ക തകരാർ വരാറില്ല. പക്ഷേ അത് പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നതുകൊണ്ട് നമുക്ക് അവർ എപ്പോഴെപ്പോഴും ആശുപത്രിയിൽ വരേണ്ടി വരും. അതുകൊണ്ട് ഇതിനെ പറ്റി ഒരു അവയർനെസ് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. നമസ്കാരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.